പാർട്ടിയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു? പാർട്ടി അടക്കം പങ്കെടുത്തു എന്നൊരു പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു വേദിയിലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. മറ്റ് ഉന്നത ഘടകങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. സഹയാത്രികനായിരുന്നു. അദ്ദേഹം ചർച്ചയിലൊക്കെ പങ്കെടുക്കാൻ പോയ രൂപങ്ങളുണ്ട്. അക്കാര്യത്തിലും തർക്കമില്ല. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നത സ്ഥാനമൊന്നും പാർട്ടിക്കകത്ത് ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അക്കരപ്പച്ച എന്നുള്ള രൂപത്തിൽ പോകുന്ന ശൈലികൾ സ്വീകരിക്കുന്നവരുണ്ട് പലരും. അങ്ങനെ വരുന്ന കൂട്ടത്തിൽ അതിനൊന്നും നമുക്ക് മറുപടി പറയാനില്ല. പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ചോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമുക്ക് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്പെഷ്യൽ ക്യാബിനറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ തരത്തിലും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ച് പൊതുവിൽ ഞങ്ങളെല്ലാം ചേർന്ന് ചർച്ച ചെയ്തു. ആ കാര്യത്തിൽ പൊതുവിൽ ഞങ്ങളെടുത്ത ഒരു തീരുമാനം പരിശോധിച്ച് നോക്കിയപ്പോൾ കേരളത്തിൽ 110 സീറ്റോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മൂന്നാം അവസരം ഉണ്ടാകുന്ന സാഹചര്യം സംജാതമാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളതും അതിനനുസരിച്ചുള്ള പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. സ്വാഭാവികമായി അത് കേരളത്തിലെ ജനത ഞങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം നമുക്കെല്ലാം അറിയാമല്ലോ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഒരു തെരഞ്ഞെടുപ്പിലെ മാനിഫെസ്റ്റോ ഉയർത്തിപ്പിടിച്ച് മറുകൈയിൽ പ്രോഗ്രസ് കാർഡും ഉയർത്തിപ്പിടിച്ച് ഓരോ വർഷവും പിന്നിട്ടൊരു ചരിത്രം ഇന്ത്യയിലുണ്ടോ? ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ മഹാഭാരതത്തിൽ ഒരേ ഒരു സംസ്ഥാനത്താണ് കഴിഞ്ഞ 9 വർഷക്കാലമായി ഓരോ വർഷവും പ്രകടനപത്രിക ഒരു കൈയിലും മറുകൈയിൽ ഇതാ ഈ വർഷം ഇത്രയും നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് 9 വർഷത്തെയും ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവൻ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായി ജനങ്ങളാവുന്ന രക്ഷകർത്താക്കളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു ഹെഡ് മാസ്റ്ററാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയാം. അങ്ങനൊരു ചരിത്രം കേരളത്തിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ല. വെറുതെ കയറിയില്ല, ഫാക്ട് ആൻഡ് ഫിഗർ ആണ്. നിങ്ങൾ ആ ഓരോ ഘട്ടത്തിലെയും പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചാൽ ഫാക്ട് ആൻഡ് ഫിഗർ ജനങ്ങളുടെ മുമ്പിൽ ആദ്യത്തെ ഘട്ടത്തിൽ 600 കാര്യങ്ങൾ പറഞ്ഞു. 570 കാര്യങ്ങൾ നടപ്പാക്കി കഴിഞ്ഞപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അവശേഷിച്ചുകൂടെ പിന്നെ നടപ്പാക്കി. രണ്ടാം ഘട്ടത്തിൽ 900 കാര്യങ്ങൾ പറഞ്ഞു. ആ 900 കാര്യങ്ങളിൽ ഇപ്പൊ തന്നെ 880ഓളം കാര്യങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു. അവശേഷിക്കുന്ന ഈ 3 മാസം കൊണ്ട് ബാക്കിയുടെ തീർക്കും. ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകടനപത്രിക അവതരിപ്പിച്ചാൽ അതെവിടെയെങ്കിലും പോയി തട്ടുംപുറത്തിടുകയോ അല്ലെങ്കിൽ അലമാരിൽ ഒഴിച്ച് ഒളിപ്പിച്ച് വെക്കുകയോ ചെയ്യുന്ന ശൈലിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ടായിരുന്നത്. പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് പറയുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റായിരുന്നു. അതാണ് ഈ ജനങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കം എടുക്കുമ്പോൾ നമ്മുടെ നാട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ അർത്ഥത്തിലും വീണ്ടും തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ലക്ഷ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് UDF ഗവൺമെന്റ് കാലത്ത് മാറ്റിപ്പോയതാണ് ഗെയിൽ പദ്ധതി. നടപ്പായില്ലെന്ന് പറഞ്ഞു പോയി ഉപേക്ഷിച്ച് ഫയല് മടക്കിയതായിരുന്നു നമ്മുടെ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും. ഇപ്പൊ നടപ്പായി അവസാന ഘട്ടത്തിലെത്തിയില്ലേ? കൊച്ചി മെട്രോ 3 ഘട്ടം പൂർത്തീകരിച്ചില്ലേ? വാട്ടർ മെട്രോ പൂർത്തീകരിച്ചില്ലേ? കൂടംകുളം ഫയല് മടക്കിയതായിരുന്നു. ഈ കോട്ടയം ജില്ലയിലെ കൂരോപ്പട വെച്ചാണ് അത് മടക്കിയത്. ഇനി അത് വേണ്ടാന്ന് പറയും. ഇപ്പോൾ 400ഓളം മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുന്ന രൂപത്തിൽ അത് ഒന്നാം പിണറായി ഗവൺമെന്റ് തന്നെ ഉദ്ഘാടനം ചെയ്ത് നമ്മൾ അന്ധകാരത്തിൽ നിന്ന് പ്രകാശപൂർണ്ണാവസ്ഥയിലെത്തിയില്ലേ? അതേപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം അതിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം നിങ്ങൾക്കറിയാം. ഒരു വർഷം 10 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയി എൻ്റെ റിവ്യൂ നടത്തിയപ്പോൾ 1 ലക്ഷത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഇന്നലത്തെ കണക്ക് വരെ എടുത്താൽ 670 കപ്പലുകൾ വന്നിരിക്കുന്നു. MSC ഐറീനയും MSC ബെറോണയും ടർക്കി ഉൾപ്പെടെയുള്ള കൂറ്റൻ കപ്പലുകൾ കൊളംബോയിലോ അല്ലെങ്കിൽ ദുബായിലോ പോലും വരാത്ത MSCയുടെ കൂറ്റൻ കപ്പലുകൾ വന്നെടുക്കുന്ന ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി വിഴിഞ്ഞം മാറിയിരിക്കുന്നു.